ഗുഡ് ഈവനിങ് ഡേസ്. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കടക്കാം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. അങ്ങനെ മറ്റൊരു സീവിയർ ഫോള് സംഭവിച്ചൊരു മാർക്കറ്റ് ദിനമാണ് ഇന്ന് ഫിനാൻഷ്യൽ നിഫ്റ്റിയുടെ എക്സ്പയറി ആയ ഇന്ന് നമുക്ക് കിട്ടിയത്. ന്യൂസ് ഹെഡ്ലൈൻസിലേക്ക് പോവുകയാണെങ്കിൽ ആദ്യം ടി സി എസ് ഇന്ന് ഏകദേശം 9,000 കോടി രൂപ പുറത്ത് വരുന്ന സ്റ്റോക്കുകൾ ഇവരുടെ പ്രൊമോട്ടേഴ്സ് ടാറ്റ സൺസ് വിറ്റ കാര്യം അല്ലെങ്കിൽ വിൽക്കുന്ന കാര്യം നമ്മൾ ഓൾറെഡി തന്നെ ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് ടി സി എസ് IT സെക്ടറിൽ വലിയ തോതിൽ ഇടിവ് രേഖപ്പെടുത്തി. നിഫ്റ്റി 50-ൽ ഏകദേശം 40 കമ്പനീസ് റെഡിലാണ് അടച്ചിട്ടുള്ളത്. IT FMCG സ്റ്റോക്കുകളാണ് ശക്തമായ ഒരു ഇടിവിന് കാരണമാക്കിയത്. HUL-ലും FMCG സെക്ടറിൽ ശക്തമായ ഒരു ഇടിവ് രേഖപ്പെടുത്തി. IT-യും മീഡിയയും ഫാർമയും ആണ് ഇൻഡസ്ട്രീസിൽ ഏറ്റവും വലിയ ഫോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇൻഡസ് ടവർ ഏകദേശം ഒരു 5% അവരുടെ പ്രൊമോട്ടേഴ്സ് സെല്ല് ചെയ്യുകയാണ്. ഇപ്പോൾ പ്രൊമോട്ടേഴ്സ് സെല്ലിങ് ഈ ഒരു സമയത്ത് കൂടി വരുന്നുണ്ട്. ഇതാണ് നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ നമ്മൾ ഇന്ന് കണ്ട ഒരു ചെറിയൊരു ഷോർട്ട് നോട്ടിൽ പറയാനുള്ളത്. ഗ്ലോബൽ മാർക്കറ്റിലേക്ക് കിടക്കുകയാണെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റിൽ ജർമ്മനിയുടെ എക്കണോമിക് സെൻറ്റിമെൻറ്റ്സ് ഡേറ്റ വന്നു, പോസിറ്റീവായിരുന്നു. ഏഷ്യൻ മാർക്കറ്റ് എല്ലാം തന്നെ മിക്സഡ് ക്ലോസിംഗ് നടത്തി. 5000 പോയിന്റ് ബിറ്റ് കോയിൻ ഇടിഞ്ഞു. ഗോൾഡ് $6 ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ പെർ ഔൺസിന് ഇടിഞ്ഞു. യൂറോപ്യൻ മാർക്കറ്റ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഗ്രീനാണ്. ഡോ ഫ്യൂച്ചർ ഏകദേശം ഒരു 90 പോയിന്റിൻ്റെ ഒരു ഫോള് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ മാർക്കറ്റിലേക്ക് തിരികെ എത്താൻ നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ട് നോക്കാം. നിഫ്റ്റിയുടെ ഡേ ക്യാൻഡിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 22,516 എന്ന് പറയുന്ന നിഫ്റ്റിയുടെ ഓൾ ടൈം ഹൈയിൽ നിന്ന് ഏകദേശം ഒരു 700ഓളം പോയിന്റ് അഥവാ 3.5% മുകളിൽ ഇപ്പോൾ നിഫ്റ്റി ഫോൾ രേഖപ്പെടുത്തി. 21,817 നിഫ്റ്റിയുടെ നിൽപ്പ്. അതായത് 22,000 മുകളിൽ നിഫ്റ്റിക്ക് ക്ലോസ് ചെയ്യാനായിട്ട് പറ്റിയില്ല എന്നുള്ളതാണ് ഇന്നത്തെ മാർക്കറ്റിൻ്റെ പ്രത്യേകത. നിഫ്റ്റി കഴിഞ്ഞ ദിവസം ക്ലോസിംഗിൽ നിന്ന് 238 പോയിന്റും സെൻസെക്സ് 756 പോയിന്റും നിഫ്റ്റി ബാങ്ക് 191 പോയിന്റിൻ്റെയും ഒരു ഫോൾ ഉണ്ടാക്കി. ഇന്ന് കുറച്ചെങ്കിലും ഫോളിൽ കുറവുണ്ടായിട്ടുള്ളത് ബാങ്ക് നിഫ്റ്റിയാണ്. കാരണം ഓൾറെഡി തന്നെ HDFC ബാങ്ക് ഓവർ സോൾഡ് ആയത് ഇപ്പം നമുക്ക് ഗുണമായി. അതല്ലായിരുന്നെങ്കിൽ നിഫ്റ്റിക്ക് പ്രൊപ്പോർഷനായിട്ട് ബാങ്ക് നിഫ്റ്റി ഇടിഞ്ഞ് വളരെ വലിയ രീതിയിലൊരു കൊളാട്രൽ ഡാമേജ് സംഭവിച്ചതിന്. ഇപ്പോഴും വലിയൊരു കൊളാട്രൽ ഡാമേജ് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഇന്ന് NSE-യിൽ നിഫ്റ്റിയിൽ 40ഓളം കമ്പനീസ് നിഫ്റ്റി 50-ൽ റെഡിൽ ക്ലോസ് ചെയ്തപ്പോൾ NSE-യിൽ ഏകദേശം 600ഓളം കമ്പനീസ് മാത്രമാണ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചോളൂ. 1640 കമ്പനീസ് കഴിഞ്ഞ ദിവസം ക്ലോസിങ്ങിന് താഴെ തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. നിഫ്റ്റിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ളത് ബജാജ് ഫിനാൻസ്, ബജാജ് ഓട്ടോ, കൊട്ടാക് മഹീന്ദ്ര ബാങ്ക്, ഹിൻഡൽകോ, ഐഷർ മോട്ടോഴ്സ് തുടങ്ങിയ കമ്പനീസ് 0.5% മുതൽ 1.5% വരെയുള്ള റാലി രേഖപ്പെടുത്തിയപ്പോൾ പെട്രോളിൻ്റെ വില 2 രൂപ കുറച്ചതുകൊണ്ട് കുറച്ച് ദിവസങ്ങളായിട്ട് ഇടിവ് തുടരുകയാണ് IOCയും അതല്ലെങ്കിൽ പെട്രോളിയം കമ്പനീസും. ഇന്ന് നിഫ്റ്റി 50-ൽ BPCL 4% ഇടിവ്, IT കമ്പനിയായിട്ടുള്ള TCS 4.5% ഇടിവ്, ഫാർമ കമ്പനിയായിട്ടുള്ള സിപ്ല 3.5% ഇടിവ്, ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റ് 3.5%, FMCGയിലെ ജയന്റ് കമ്പനിയായിട്ടുള്ള ബ്രിട്ടാനിയ 3.5% ശക്തമായ ഒരു ഇടിവിന് കാരണമായി. നമുക്ക് നേരെ സ്റ്റോക്കുകളുടെ വാർത്തകൾ പരിശോധിക്കാം. അതിനുശേഷം നമുക്ക് നേരെ ഗ്ലോബൽ മാർക്കറ്റ് പരിശോധിക്കാം. ആദ്യം സ്റ്റോക്കിൻ്റെ വാർത്തകളിലേക്ക് പോകാം. HUL കമ്പനി ലീഡിംഗ് ആയിട്ടുള്ള ജയൻ്റ് ആയിട്ടുള്ള നമ്മളുടെ FMCGയിലെ ലീഡിംഗ് കമ്പനിയാണ് ഹിന്ദുസ്ഥാൻ യൂണിലിവർ കമ്പനി. ഹിന്ദുസ്ഥാൻ യൂണിലിവർ കമ്പനി സർഫക്സൽ പോലെയുള്ള ഡിറ്റർജൻറ്റ് ബിസിനസ്സാണ് കൂടുതൽ ഇവരുടെ പ്രൊഡക്റ്റ് ലിസ്റ്റിൽ ഉള്ളതെങ്കിൽ കൂടിയും ഇവർക്ക് ഐസ്ക്രീം ബിസിനസ്സും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ ഐസ്ക്രീം ബിസിനസ് ഇവർ പിൻവലിക്കുകയാണ്, വിപണിയിൽ നിന്ന് പിൻവലിക്കുകയാണ് എന്നുള്ള ന്യൂസ്. ഇവരുടെ ഐസ്ക്രീം ബിസിനസ്സിൻ്റെ വിപണി മൂല്യം ചെറുതല്ല, ഏകദേശം $8 ബില്യൺ വരും. അപ്പോൾ ഇത് പിൻവലിക്കുന്നു എന്നുള്ള ന്യൂസ് കാരണം ഇന്ന് HUL ശക്തമായിട്ടുള്ളൊരു ഫോൾ രേഖപ്പെടുത്തി. ഇന്നലെയും ഫോൾ രേഖപ്പെടുത്തി. JBM ഓട്ടോ കമ്പനി ഇന്ന് റാലി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കാരണം 7,500 കോടി രൂപ പുറത്ത് വരുന്ന ഓർഡർ ഇവർക്ക് കിട്ടി. 1,400 ഇലക്ട്രിക്കൽ ബസ്സുകൾ ഡെലിവറി ചെയ്യുന്ന ഓർഡറാണ് JBM ഓട്ടോ കമ്പനിക്ക് കിട്ടിയത്. ടയർ കമ്പനീസ് ഒന്ന് സൂക്ഷിക്കുക. കാരണം ന്യൂമോറോ എന്ന് പറയുന്ന ജാപ്പനീസ് ബേസ്ഡ് ആയിട്ടുള്ളൊരു ബ്രോക്കറിംഗ് സ്ഥാപനമാണ് ന്യൂമോറോ പറഞ്ഞിരിക്കുന്നത് ടയറിൻ്റെ എല്ലാം തന്നെ റബ്ബറിൻ്റെ എല്ലാം തന്നെ പ്രൈസ് കൂടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ടയർ കമ്പനീസ് കുറച്ച് സൂക്ഷിക്കുക എന്നുള്ളതാണ്. MRF ഉൾപ്പെടെയുള്ള കമ്പനീസ് ഇന്ന് ഫോൾ ആയിട്ടുണ്ട്. നിങ്ങളിൽ MRF എത്ര ആളുകൾ ഹോൾഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഡോക്ടർ റെഡ്ഡി കമ്പനി ഇവരുടെ ക്യാൻസറിന് ട്രീറ്റ്മെൻറ്റ് വേണ്ടിയിട്ടുള്ള പുതിയ മെഡിസിൻ UK-യിൽ ഇവർ ലോഞ്ച് ചെയ്തു. IPO-യിലേക്ക് വരുമ്പോൾ കേരളത്തിൽ നിന്നുള്ള പോപ്പുലർ വെഹിക്കിൾ IPO ഇന്ന് ലിസ്റ്റ് ചെയ്തു. ഈ 2% ഡിസ്കൗണ്ട് പ്രൈസിലാണ് ഇന്ന് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. നേട്ടങ്ങളൊന്നും തന്നെ നൽകിയില്ല.
പിരമൽ ഫാർമ കമ്പനി ഇന്ന് റാലി രേഖപ്പെടുത്തി. ജെഫ്രീസ് ബൈ റേറ്റിംഗ് കൊടുത്തതാണ് കാരണം. ജിൻഡാൽ സ്റ്റീൽ കമ്പനി JBM ഓട്ടോയായിട്ട് കൊളാബറേറ്റ് ചെയ്ത് 500ഓളം ഇലക്ട്രിക്കൽ ബസ്സുകളെല്ലാം തന്നെ ഇവർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ജിൻഡാൽ സ്റ്റീൽ ആയിട്ട് പാർട്ണർഷിപ്പിൽ ഏർപ്പെട്ടിട്ടുണ്ട്. സ്റ്റാർ ഹെൽത്ത് കമ്പനി രാകേഷ് ജുൻജുൻവാല എല്ലാം തന്നെ ബാക്കപ്പ് ചെയ്തിട്ടുള്ള ഹെൽത്ത് സെക്ടറിലുള്ള ഒരു കമ്പനിയായിരുന്നു. അപ്പോൾ അവർ ഗിഫ്റ്റ് നിഫ്റ്റിയിൽ എൻ്റർ ചെയ്തു. NRI ഇൻഷുറൻസ് പോളിസീസ് എല്ലാം തന്നെ ഇവർ ലോഞ്ച് ചെയ്യും. അതുകൊണ്ട് തന്നെ 52 വീക്ക് ലോ ആയിട്ടുള്ള സ്റ്റാർ ഹെൽത്ത് ഇന്ന് ഒരു ഗെയിൻ രേഖപ്പെടുത്തി. HCL ടെക് കമ്പനി IT കമ്പനിയാണ്. അത് US ഒരു IT ഫേമായിട്ട് HCL ടെക് കൊളാബ് ചെയ്യാനായിട്ട് കമ്പനി തീരുമാനമായി. പേടിഎം ഇന്ന് ഫോളോ ആയിട്ടുണ്ടായിരുന്നില്ല. കാരണം പേടിഎമ്മിന് പേയ്മെൻറ്റ് ഗേറ്റ്വേ അഗ്രിഗേറ്റർ ലൈസൻസ് കൊടുത്തു. ടാറ്റ മോട്ടോഴ്സ് കമ്പനി ഇവർ ഇന്ത്യയിൽ റീസൈക്കിൾ ഫെസിലിറ്റി പ്ലാന്റ് നിർമ്മിക്കുകയാണ്. 18,000 വാഹനങ്ങൾ പ്രതിവർഷം ഇവരുടെ റീസൈക്ലിംഗ് ഫെസിലിറ്റീസിൽ വാഹനങ്ങൾ ഉപയോഗിക്കാനായിട്ട് പറ്റും, അതല്ലെങ്കിൽ വാഹനങ്ങൾ റീസൈക്കിൾ ചെയ്യാനായിട്ട് പറ്റുമെന്ന് കമ്പനി അറിയിച്ചു. ഈസി ട്രിപ്പ് പ്ലാനേഴ്സ് ട്രാവൽ രംഗത്തുള്ള കമ്പനിയാണ്. കമ്പനി സൂം കാറായിട്ട് കസ്റ്റമേഴ്സിനെല്ലാം തന്നെ സൂം കാറ് റെൻറ്റിന് എടുക്കാം, ഉപയോഗിക്കാം എന്നുള്ള രീതിയിൽ സൂം കാറായിട്ട് ധാരണയായി. ഒലട്ര ഗ്രീൻ ടെക് കമ്പനി 155 കോടി രൂപയുടെ EV വെഹിക്കിളിൻ്റെ ഓർഡർ കിട്ടി. HAL കമ്പനി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ് കമ്പനി ഇന്ത്യൻ എയർഫോഴ്സിൽ നിന്ന് 100 എയർക്രാഫ്റ്റിൻ്റെ ഓർഡറുകൾ കിട്ടിയേക്കാം എന്നുള്ള ന്യൂസ്. BHEL കമ്പനി NTPCയിൽ നിന്ന് പുതിയൊരു ഓർഡർ കിട്ടി. സൺ ഫാർമ കമ്പനി പുതിയ മെഡിസിൻ ഓസ്ട്രേലിയയിൽ നിന്ന് അംഗീകാരം കൊടുത്തു എന്നുള്ള ന്യൂസാണ്. നമുക്ക് ഇനി ഓപ്പൺ ഇൻട്രസ്റ്റ് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഓപ്പൺ ഇൻട്രസ്റ്റിൽ ആദ്യം നാളെ ഇനിയിപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്. ബാങ്ക് നിഫ്റ്റി കാണാം PCR 0.7 ആണ്. 47,000 മേജർ റെസിസ്റ്റൻസ് സോൺ കാണാം. ലെങ്ത് ആയിട്ടുള്ള ഒരു റെഡ് ക്യാൻഡിൽ കാണാം. അത് 47,000 മേജർ റെസിസ്റ്റൻസ് സോണായിട്ട് ആക്ട് ചെയ്യും. 46,000 ആണ് സപ്പോർട്ട് സോണ്. 45,500 അടുത്ത സപ്പോർട്ട് സോണുണ്ട്. ഗ്ലോബൽ മാർക്കറ്റ് നമുക്ക് പരിശോധിക്കാം. ഗ്ലോബൽ മാർക്കറ്റിൽ ആദ്യം കാണുന്നത് ഏറ്റവും ടോപ്പിൽ നോക്കാം. ടോപ്പിൽ ഗോൾഡാണ്. ഗോൾഡ് ഇടിഞ്ഞിട്ടുണ്ട്. ഏകദേശം ഒരു $3. ഇപ്പോൾ കുറച്ച് നമ്മൾ നേരത്തെ ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് റീഗെയിൻ ചെയ്തിട്ടുണ്ട് ഗോൾഡ്. എങ്കിൽ കൂടി $3 ഇടിവ് പെർ ഔൺസിന് ഗോൾഡിൽ ലഭിച്ചു, ഗോൾഡുണ്ടായി. കൂടാതെ തന്നെ ഇന്ത്യൻ റുപ്പീസ് ഡോളറിനെതിരെ കാണാം. ഇന്ത്യൻ റുപ്പീസ് ഡോളറിനെതിരെ ഇപ്പോൾ ഉള്ളത് 82.92 എന്ന നിലയിലാണ്. കൂടാതെ തന്നെ ആദ്യ ബാച്ചിലുള്ള ഏഷ്യൻ മാർക്കറ്റെല്ലാം തന്നെ മിക്സ്ഡ് ക്ലോസിംഗ് നടത്തി. നിക്കി ജപ്പാൻ മാർക്കറ്റ് ഗ്രീനിൽ ക്ലോസ് ചെയ്തു. ഡോ ഫ്യൂച്ചർ ഇപ്പോൾ കാണാം 49 പോയിന്റ്, കുറച്ച് റീഗെയിൻ ചെയ്തു. ബിറ്റ്കോയിനും 5,000 ആയിരുന്നു നമ്മൾ പറഞ്ഞത്, ഇപ്പോൾ കുറച്ച് റീഗെയിൻ ചെയ്തു. ഡാക്സ് പോസിറ്റീവാണ്, CAC 40 പോസിറ്റീവാണ്, FTSE അത് നെഗറ്റീവാണ്, റഷ്യൻ മാർക്കറ്റ് നെഗറ്റീവാണ്. ഇനി നമുക്ക് നാളെ രാവിലെ 7:00 വിശദമായിട്ടുള്ള പ്രീ മാർക്കറ്റ് ന്യൂസായിട്ട് എത്താം. അപ്പോൾ പല തരത്തിലുള്ള ന്യൂസുകൾ മാർക്കറ്റിൽ പരുക്കുന്നുണ്ട്. ഇനിയും പ്രോഫിറ്റ് ബുക്കിംഗ് ആയേക്കാം, അല്ലെങ്കിൽ ഇനിയും റാലി ആയേക്കാം. എനിവേ മാർക്കറ്റിൽ വളരെയധികം കോഷ്യസോട് കൂടിയിട്ട് ട്രേഡ് ചെയ്യുക. നമ്മുടെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ്റെ ക്ലാസ് ഈ വരുന്ന ശനിയാഴ്ച ദിവസം കൊച്ചിയിൽ വെച്ച് നടത്തുന്നുണ്ട്. പങ്കെടുക്കാൻ ശ്രമിക്കുക. താങ്ക് യു.